ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ടോട്ടലി എ നെഗറ്റീവ് ഷോ. ഇതിൻ്റെ ഒരു PR കൊണ്ടാണ് ഇത്ര ഹൈപ്പ് കൊടുക്കുന്നത്. ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ബിഗ് ബോസിൻ്റെ ഷോയിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം 2 ദിവസം റൂമിൽ പൂട്ടിയിടും. അതിനുശേഷമാണ് നമുക്ക് മൊബൈൽ ഫോൺ കിട്ടുള്ളൂ. എനിക്കതിൽ പോയി അതിൽ ഗുണമുണ്ടായി. ഞാൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനം എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ശരിക്കും പ്രഷർ ഇപ്പോഴും വിചാരിക്കും ശരിക്കും ആൾക്കാർ ഇവരെ കാണാൻ വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ എന്ന് എയർപോർട്ടിൽ പോയാൽ ഇതേപോലെ ആൾ കൂടണ്ടേ? ഇതിനൊക്കെ ഒരു എമൗണ്ടും പറഞ്ഞു. ഇത്ര എല്ലാം ലക്ഷങ്ങളുടെ കളികളാട്ടോ അതൊക്കെ. ഈ PR എന്ന് പറഞ്ഞ സാധനമാണ് ഇപ്പോൾ ബിഗ് ബോസ് കൊണ്ടുപോകണമെന്ന് പറയുന്നത്. റോൺസൺ ചേട്ടൻ പറഞ്ഞു പല ഫീൽഡിൽ കഴിവ് തെളിയിച്ചൊരു വ്യക്തിയാണ്. പിന്നെ ഒരു മൾട്ടി ടാലന്റഡ് പേഴ്സൺ തന്നെ പറയാം. അതായത് ഡിസൈനറാണ്, മോഡലാണ്, അതുപോലെ അത് മൾട്ടി ടാലന്റഡ് പേഴ്സൺ എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് എന്താണെന്നറിയോ? അതൊക്കെ ഇവിടുത്തെ മലയാളികൾക്ക് ദഹിക്കില്ല. അവൻ വലിയ സംഭവം എന്നുള്ള രീതിയിലായി പോകും. അതായത് ജീവിക്കാൻ വേണ്ടി പല പണിയെടുത്ത് എന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞ പോലെ ഫാഷൻ ഡിസൈനിങ് ആണെങ്കിലും മോഡലിംഗ് ആണെങ്കിലും ഇൻറ്റീരിയർ ഡിസൈനിങ് ഇതെല്ലാം ജീവിക്കാൻ വേണ്ടിയിട്ട് കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്ത ജോലികളാണ്. മനസ്സിലായി? പിന്നെ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു, ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തു, അത്രേ ഉള്ളത്. അപ്പോൾ ശരിക്കും ചേട്ടൻ ആക്ടിംഗ് ആണ് ഇപ്പോൾ മെയിൻ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഏത് ഫീൽഡായിരിക്കും പ്രിഫറൻസ് കൊടുക്കുക? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ ഫീൽഡായിരുന്നു ഞാൻ. അപ്പോൾ ആ ഒരു ജോലിയുമായിട്ട് തന്നെ ചിലപ്പം മുന്നോട്ട് പോയാനേ. അതെ. പിന്നെ ഫിസിക്കലി IT ഫീൽഡ് എന്ന് പറയുന്ന സാധനം അത്ര സേഫ് അല്ല. നമ്മളിരുന്ന് ജോലി, ഞാൻ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നൊരു 18 hours നമുക്ക് ജോലിയാണ്. അപ്പോൾ ഫിസിക്കലി അത് അത്ര ഒരു നമ്മൾ കണ്ടിന്യൂസ് ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഹെൽത്ത് കംപ്ലീറ്റ് പോയി. എൻ്റെ ബോഡി വെയിറ്റ് ഇറ്റ് വാസ് അറൗണ്ട് ലൈക്ക് 120 kg. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഐ ഹാഡ് സ്പോണ്ടിലൈറ്റിസ്, L2 L3 ബാക്ക്, ലോവർ ബാക്കൊക്കെ പ്രോബ്ലം ആയിരുന്നു. അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും ഫിലിം എന്നുള്ള ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. ഇപ്പം ഗ്രാൻഡ് ഫാദർ ആണെങ്കിലും ചിത്ര സ്റ്റുഡിയോ, കേരളാസ് ഫസ്റ്റ് സ്റ്റുഡിയോയുടെ ഓണറാണ്. അതുപോലെ ഫാദർ റോണി വിൻസെന്റും ഒരു റിനൗണ്ട് ആക്ടറാണ്. സോ ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ഈ ഒരു കരിയറിലേക്ക് വരാനായിട്ട്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിലേക്ക് വരാൻ വിചാരിച്ച ഒരാളല്ല. ഞാൻ അഭിനയിച്ചു തുടങ്ങിയിട്ടും അവാർഡ് കിട്ടിയിട്ടും അപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല ഇതാണ് എൻ്റെ ജീവിതം അല്ലെങ്കിൽ ആക്ടിങ് ഞാൻ തിരഞ്ഞെടുക്കണമെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല അപ്പോഴും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഫെയിം ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. അതായത് പുറത്തിറങ്ങി നടക്കുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുക എന്നുള്ളൊരു സാധനമൊന്നും എനിക്കങ്ങനെ ഇഷ്ടമുള്ളൊരു കാര്യമൊന്നുമില്ല. സാധാരണ പോലെ നടക്കാൻ പറ്റണം. ചിലപ്പം മറ്റേ തട്ടുകടയിൽ പോയിട്ട് ബ്രെഡ് ഓംലെറ്റ് തിന്നാൻ പറ്റണം. അപ്പം അത് എൻജോയ് ചെയ്യുന്ന ഒരാളെ ഞാൻ. പിന്നെ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പം എവിടെയും വെറുതെ ചുമ്മാ നടക്കാൻ പറ്റണം, നമുക്കൊരു ഫ്രീ ആയിട്ട് ആ ഒരു ഫ്രീഡത്തിൽ നടക്കാൻ പറ്റണം എന്നുള്ളൊരു സംഭവം ആഗ്രഹിക്കുന്ന ഒരാളെ ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞേ. പിന്നെ ഈ ഫാദർ ഓഫ് ഫാമിലി മൊത്തം സിനിമയിൽ തന്നെയാണ്. ആദ്യമായിട്ട് സ്റ്റുഡിയോ തുടങ്ങിയത് മുതൽ അവരുടെ മകനായിരുന്നു വിൻസെൻ്റ് മാഷ് എന്ന് പറയുന്നത്. വിൻസെൻ്റ് മാഷാണ് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയുടെയൊക്കെ ഒരു തുടക്കകാലം മുതലേ ഉള്ളൊരു വ്യക്തിയാണ്. അതായത് ഭാർഗവി നിലയം, നീലക്കുയിൽ, നദി, തുലാഭാരം, ശ്രീകൃഷ്ണ പരുന്ത്, ഇങ്ങനെയുള്ള സിനിമയുടെ ഒക്കെ ഒരു അതെ. അപ്പം ഡയറക്ടറും പിന്നെ ക്യാമറമാനും ഒക്കെ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അതിന് പിന്നെ പുള്ളിയുടെ മക്കൾ 2 പേര് ക്യാമറമാന്മാരാണ്. അജയൻ വിൻസെൻ്റ്, ജയനം വിൻസെൻ്റ്, ഭ്രമരത്തിൻ്റെ ക്യാമറമാൻ, ന്യൂഡൽഹിൻ്റെ ക്യാമറമാൻ. അങ്ങനെ അവരുണ്ട്. പിന്നെ അച്ഛൻ്റെ ചേച്ചീൻ്റെ മകനാണ് സാബു സർ, ആ ഡയറക്ടർ. അപ്പോൾ അതേപോലെ വേറൊരു ചേച്ചിയുടെ മകനാണ് ശേഖർ വി ജോസഫ്, ചന്ദ്രമുഖിയുടെ ക്യാമറമാൻ. പിന്നെ എല്ലാവരും ഫിലിമിലുണ്ട്. പിന്നെ എൻ്റെ ഫാദർ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സിനിമകളിൽ നായകനായിരുന്നു. അന്നത്തെ കാലത്ത് അംബിക, ശ്രീവിദ്യ, പിന്നെ മേനക, അങ്ങനെ ഒരുപാട് നായികമാരുടെ നായകനായിരുന്നു ആ കാലത്ത്. അച്ഛൻ എന്നെ പോലെയല്ല, കാണാൻ ഭയങ്കര ഗ്ലാമറായിരുന്നു. അപ്പോൾ അച്ഛൻ നായകനായിട്ടാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ IT വിടാൻ കൂടി അച്ഛനാണ് എന്നെ കുറച്ച് നിർബന്ധിച്ചത്. അതായത് നമ്മൾ വിൻസെൻ്റ് ഫാമിലി എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും സിനിമയിലൊക്കെയാണ്, അപ്പം നീയും അത് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ ദേ വർ ലൈക്ക് ഓക്കെ വാട്ട് എവർ ഐ ഡു. അതായത് ഇപ്പോൾ സീരിയൽ ചെയ്താലും കുഴപ്പമില്ല, സിനിമ ചെയ്താലും കുഴപ്പമില്ല, യു ജസ്റ്റ് കം ബാക്ക് ടു ദ ഇൻഡസ്ട്രി എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു അവർ. ശരിക്കും അതൊരു ലക്ക് തന്നെയാണ്. നമ്മുടെ ഫാമിലിനെ നമ്മളെ ആ ഒരു ഫീൽഡിലേക്ക് തന്നെ ബൂസ്റ്റപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും യാദൃശ്ചികമായിട്ട് വന്നു, അതിപ്പോൾ ഒരു ഡെസ്റ്റിനി ആയി മാറിയിരിക്കുകയാണ്.
തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാം. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യമല്ലല്ലോ ജീവിതം പോവുക. തീർച്ചയായിട്ടും. അതാണ്. ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ്റെ വൈഫ് നീരജ ഡോക്ടറാണ്, അതുപോലെ ഫോമർ ചൈൽഡ് ആർട്ടിസ്റ്റും കൂടെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫ് പാർട്ട്ണറിന്റെ ഒരു സപ്പോർട്ട് നല്ല രീതിയിൽ എന്തായാലും വേണം. അപ്പൊ എങ്ങനെയാണ് ഇപ്പം മൂവി ചോയ്സ് ചെയ്യുന്ന സമയത്തൊക്കെ സജസ്റ്റ് ചെയ്യാറുണ്ടോ? പെർഫോമൻസിനെ പറ്റിയിട്ടൊക്കെ എങ്ങനെയാണ് പറയുന്നത്? സജഷൻസ് എല്ലാം കാണും, എല്ലാം ഇരുന്ന് കാണും. ആള് എല്ലാം വിലയിരുത്തും. ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ വില്ലനായതുകൊണ്ടാണോ ഒരു ഡോക്ടറെ കല്യാണം കഴിച്ചത്? അതായത് സ്ഥിരമായിട്ട് അടി കിട്ടുന്നുണ്ടല്ലോ, വീട്ടിൽ സ്വന്തമായിട്ട് ഒരു ഡോക്ടർ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഡോക്ടറെ കല്യാണം കഴിച്ചതെന്ന്. അങ്ങനെ ചോദിക്കാറുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് വലിയൊരു അനുഗ്രഹമായി. അങ്ങനെ ഈ പറഞ്ഞ പോലെ എന്നും സിനിമ ഷൂട്ടിംഗ് എന്ന് പറയുന്ന സമയത്ത് വില്ലനായിട്ട് അഭിനയിക്കുമ്പോൾ പരിക്കുകൾ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഒരാളുണ്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോ സിനിമ കഴിയുമ്പോൾ എന്നോട് ചോദിക്കും, ഫൈറ്റ് കഴിഞ്ഞോ, എവിടെയാണ് പരിക്ക് പറ്റിയത്, അങ്ങനെ ചോദിക്കാം. ഞാൻ പറയും, ഇല്ല, എന്നൊന്നും പരിക്ക് പറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞ ഒരു കോയിൻസിഡൻസ് ആയിപ്പോയല്ലേ ഡോക്ടർ തന്നെ ആയത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ് ബിഗ് ബോസ് സീസൺ 4 കണ്ടസ്റ്റന്റ് ആയിരുന്നു. കണ്ടസ്റ്റന്റ് എന്നല്ല, ടോപ്പ് 5 കണ്ടസ്റ്റന്റ് ആയിരുന്നു. സോ അതിനുശേഷം ആ ഒരു പ്ലാറ്റ്ഫോം എന്തെങ്കിലും ലൈഫിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ? ഒന്നുമില്ല. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ റിയാലിറ്റി ഷോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് മറ്റു ചാനൽസിലുള്ള റിയാലിറ്റി ഷോ പോലെ തന്നെ ഇതും ഒരു റിയാലിറ്റി ഷോ മാത്രമാണ്. ഇതിൻ്റെ ഒരു PR കൊണ്ടാണ് ഇത്ര ഹൈപ്പ് കൊടുക്കുന്നത്. മറ്റവരാരും PR ചെയ്ത ഹൈപ്പ് ഉണ്ടാക്കുന്നില്ല. ഇതിനൊരു PR നടക്കുന്നുണ്ട്. ആ ഒരു ഹൈപ്പ് നടക്കുന്നത് അതുകൊണ്ടാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, ബിഗ് ബോസ് കഴിഞ്ഞ ആൾക്കാർ ആ ഒരു ലോകത്ത് തന്നെയാണ് ജീവിക്കുന്നത്. ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്നു, ആ ഒരു ലോകത്ത് തന്നെയാണ് അവർ ജീവിക്കുന്നത് ഇപ്പോഴും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ ഒരു ബിഗ് ബോസിൻ്റെ ഒരു പേര് പറഞ്ഞിട്ട് ജീവിക്കേണ്ട ഒരു സമയം ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, സിനിമ അപ്പത്തേക്ക് വന്നു, അത് ചെയ്യേണ്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ആയി. ബിഗ് ബോസ് ഇസ് ജസ്റ്റ് ഷോ, ജസ്റ്റ് എ റിയാലിറ്റി ഷോ. അത്രേ. വലിയ ചേഞ്ചസ് ഒന്നും വരുന്നില്ല, ഒരു ചേഞ്ചും ഉണ്ടായിട്ടില്ല. അതായത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഇറ്റ്സ് ടോട്ടലി എ നെഗറ്റീവ് ഷോ. അങ്ങനെ തന്നെ പറയണം. ഇറ്റ്സ് ടോട്ടലി എ നെഗറ്റീവ് ഷോ. നിങ്ങൾ മറ്റു ചാനൽസിൽ കാണുന്ന റിയാലിറ്റി ഷോ പോലെയല്ല, ഇറ്റ്സ് ടോട്ടലി നെഗറ്റീവ് ഷോ. ഈ നെഗറ്റീവ് ഷോ നിങ്ങൾ എന്തിനു കാണുന്നു, അതാണ് കാര്യം. സത്യമാണ്. അങ്ങനത്തെ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും എന്താണ് നല്ല കണ്ടന്റ്സ് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എല്ലാവരും ഒരു ജസ്റ്റ് എന്റർടൈൻമെന്റിന് വേണ്ടി കാണുന്നു എന്ന് മാത്രം നമുക്ക് പറയാൻ. രണ്ടുപേര് തമ്മിൽ അടി കൂടുക അല്ലെങ്കിൽ വീട്ടിനകത്ത് അടി കൂടുന്നത് എന്റർടൈൻമെന്റ് എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ടോട്ടലി നെഗറ്റീവ് എനർജി. സത്യമാണ്. കാരണം ഒരാൾ നല്ല പോസിറ്റീവായിട്ട് കയറി ചെല്ലുന്നവർ പിന്നെ കംപ്ലീറ്റ്ലി നെഗറ്റീവായിട്ടായിരിക്കും റിട്ടേൺ വരുന്നത്, അല്ലേ? അപ്പോൾ അതൊരിക്കലും ഒരു, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ ബിഗ് ബോസ് പോയത് എനിക്ക് ഫിനാൻഷ്യലി ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ പോയി. എനിക്കതിൽ പോയി, അതിൽ ഗുണമുണ്ടായി. ഞാൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനം എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, സത്യമായിട്ടും പറയാം. ജീവിതത്തിൽ അല്ല, മുന്നുള്ള സീസണും എൻ്റെ സീസണും അതിന് ശേഷമുള്ള സീസൺ, ഐ നെവർ യൂസ് ടു വാച്ച് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. എനിക്ക് ഇത്രയും ടെൻഷനായിട്ട് എടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു ടെൻഷനാണത്, മനസ്സിലായില്ലേ? അങ്ങനൊരു സാധനം നമ്മൾ വീട്ടിൽ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പോയത് എനിക്ക് ഫിനാൻഷ്യലി ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ പോയി. ഇത് നിങ്ങളെ വീട്ടിലിരുന്ന് കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഗുണം? വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാവുന്നല്ലാതെ, വീട്ടിലൊരു നെഗറ്റീവ് എനർജി ഉണ്ടാവുക വേറെ എന്താ ഗുണമുള്ളത്? ഒരു ഗുണമില്ല. ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ബിഗ് ബോസിൻ്റെ ഷോയിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം 2 ദിവസം റൂമിൽ പൂട്ടിയിടും. അതിനുശേഷമാണ് നമുക്ക് മൊബൈൽ ഫോൺ കിട്ടുള്ളൂ. അതായത് നമ്മൾ ടെലികാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം, നമ്മൾ എപ്പിസോഡ് ടെലികാസ്റ്റ് ആയതിനു ശേഷമാണ് നമുക്ക് മൊബൈൽ ഫോൺ കിട്ടുള്ളൂ. മൊബൈൽ ഫോൺ കിട്ടി ഞാൻ മൊബൈൽ ഫോൺ ഓൺ ആക്കുന്ന സമയത്ത് എനിക്ക് ആദ്യത്തെ കോള് വരുന്നത് ഒരു PR ഏജൻസിൻ്റെ. PR ഏജൻസി വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്നത്, സാറേ ഞങ്ങളിങ്ങനെ ഒരു PR ടീമാണ്, നിങ്ങൾ എപ്പോഴാണ് വരുന്നത്, നാട്ടിലേക്ക് വരുന്നത്? അപ്പം നമ്മൾ എയർപോർട്ടിൽ നിങ്ങൾക്ക് വേണ്ട സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ സംഭവം? അല്ല, ഞങ്ങൾ എത്ര ബസ്സിൽ ആൾക്കാരെ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആളെ കൊണ്ടുവരും. എന്നിട്ട് ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി ജയ് വിളിക്കും, അത് ഇത്ര പൈസയാണത്. പിന്നെ പറഞ്ഞു, ഇങ്ങനെ ഒരുപാട് സ്ത്രീകളൊക്കെ വന്നിട്ട് കെട്ടിപ്പിടിച്ച് കരയും. ഭയങ്കര സെൻറ്റിമെൻ്റൽ സീൻസൊക്കെ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്ന സെലിബ്രിറ്റീസിനൊക്കെ നമ്മൾ കൊണ്ടുവരും. എന്നിട്ട് അവർ നിങ്ങൾക്ക് മാലയിടും, നിങ്ങളെ സ്വീകരിക്കും.
പിന്നെ നിങ്ങൾക്ക് പോകാൻ എന്ത് കാറ് വേണം, ബെൻസ് വേണോ, റേഞ്ച് റോവർ വേണോ, എന്ത് വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ കൊണ്ടുവരും. അവിടെ ഒരു ആക്ടിങ് ഇതാണല്ലേ? അവിടെ ഒരു ആക്ടിങ് അല്ല, ഇവരൊരു മൊത്തം ജൂനിയർ ആർട്ടിസ്റ്റ് ക്രൂവിനെ വിളിച്ചിട്ട് ഇത് സെറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. മനസ്സിലായില്ലേ? ശരിക്കും പ്രഷർ ഇപ്പോഴും വിചാരിക്കും ശരിക്കും ആൾക്കാർ ഇവരെ കാണാൻ വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇവര് എന്ന് എയർപോർട്ട് പോയാൽ ഇതേപോലെ ആള് കൂടണ്ടേ? അന്ന് മാത്രം ഉണ്ടാവുള്ളൂ. അത് ഇല്ലല്ലോ, പിന്നെ ആരും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. അപ്പൊ ആ ഒരു സാധനമൊക്കെ ഈ പറഞ്ഞ പോലെ PR വർക്ക് ആണെന്നുള്ളത് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. മനസ്സിലായി? ഞാൻ പറഞ്ഞു, എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഇതിനൊക്കെ ഒരു എമൗണ്ടും പറഞ്ഞു. ഇത്ര എല്ലാം ലക്ഷങ്ങളുടെ കളികളാട്ടോ അതൊക്കെ. 1000 പേരൊക്കെയാണ് ഇവർ കൊണ്ടുവരുന്നത്. ബസ്സിൽ 1000 പേരൊക്കെ കൊണ്ടുവന്നിട്ട് എയർപോർട്ട് മൊത്തം നിറച്ച് ജയ് വിളിക്കാനും ഇതിനൊക്കെ ഭയങ്കര പൈസയാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും ദിവസം ബിഗ് ബോസിൻ്റെ അകത്ത് 92 days ഞാൻ നിന്ന് സ്ട്രഗിൾ ചെയ്തത് എന്തിനാണെന്നറിയോ? എനിക്ക് കാശിന് ആവശ്യമുള്ളൂ. ഇതിങ്ങനെ കാറ്റ് പറത്താനുള്ളതല്ല, എനിക്ക് എൻ്റെ വീട് പണി തീർക്കാനുണ്ട്. അതിനാണ് ഞാൻ വന്നത്. അല്ല, അപ്പോൾ നിങ്ങൾ എയർപോർട്ടിൽ വരുമ്പോൾ ആരും ഉണ്ടാവും? ഞാൻ പറഞ്ഞു, എയർപോർട്ടിൽ വരുമ്പോൾ എൻ്റെ ഭാര്യ ഉണ്ടാവും വിളിക്കാൻ. എനിക്കത് മതി, അത്രേ ആവശ്യമുള്ളതാണ്. സോ അതാണ് ഈ PR എന്ന് പറഞ്ഞ സാധനമാണ് ഇപ്പോൾ ബിഗ് ബോസ് കൊണ്ടുപോകണമെന്ന് പറയുന്നത്. ബിഗ് ബോസ് ഒരു ഇപ്പോഴും എല്ലാവരുടെ മൈൻഡിൽ നിൽക്കുന്നത് തന്നെ PR ഉള്ളതുകൊണ്ടാണ്. വേറെ സംഭവമൊന്നുമില്ല അല്ലേ? ജസ്റ്റ് എ ഷോ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഖണ്ഡ 2-ന് ശേഷം ഏത് ടൈപ്പ് ഓഫ് റോള് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇത്രയും പാൻ ഇന്ത്യൻ സിനിമയാണ്. ആക്ച്വലി അഖണ്ഡ 2-ന് ശേഷമുള്ള പടവും ചെയ്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അഖണ്ഡ 2 ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ്. അതിനുശേഷം വീണ്ടും ഒരു പാൻ ഇന്ത്യൻ സിനിമ കമ്മിറ്റ് ചെയ്തു. അതിൻ്റെ ഷൂട്ടും കഴിഞ്ഞു. അത് നമ്മുടെ വലിയ സ്റ്റാറായ പ്രഭാസിൻ്റെ കൂടെയാണ്. രാജാസാബ് എന്നാണ് പടത്തിൻ്റെ പേര്. അപ്പോൾ അത് അഖണ്ഡ കഴിഞ്ഞ ഉടനെ എനിക്ക് തോന്നുന്നൊരു 20 days ഗ്യാപ്പിൽ അത് റിലീസാവും. അതിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബറും ജനുവരിയും ഫെബ്രുവരിയും അടുപ്പിച്ച സിനിമ റിലീസുണ്ട്. എന്തായാലും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ചേട്ടാ, നമ്മുടെ ഓഡിയൻസിനോട് ഇപ്പം പാൻ ഇന്ത്യൻ മൂവി റിലീസാണ്. അപ്പം ചേട്ടൻ്റെ പെർഫോമൻസ് കാണാൻ എല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? അതിനോടൊപ്പം തന്നെ ചേട്ടനൊരു ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, ഫോമർ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന സീസണിലുള്ള കണ്ടസ്റ്റൻസിനോട് എന്തെങ്കിലും ഒരു മെസ്സേജ് പറയാനുണ്ടോ? ഓഡിയൻസിനോടും കണ്ടസ്റ്റൻസിനോട് വരാൻ പോകുന്നത്? അല്ല, ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഇത് നമ്മൾ കൂട്ടിക്കുഴയ്ക്കുന്നതേ ശരിയല്ല. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ ബിഗ് ബോസ് ജസ്റ്റ് റിയാലിറ്റി ഷോ. അതിപ്പോ ബുദ്ധിയുള്ളവരാണെങ്കിൽ പോവില്ല എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ റിലീസാകാൻ പോകുന്ന പടം അഖണ്ഡയാണ്. അഖണ്ഡയെ പറ്റിയിട്ട് പ്രേക്ഷകരോട് പറയാനുള്ളത്, ടോട്ടലി ഒരു സൂപ്പർ ഹീറോ പടം കാണുന്ന പോലെ ഇരുന്ന് കാണണം. നമ്മളൊരു അവെഞ്ചേഴ്സ് കാണുന്ന പോലെ, അല്ലെങ്കിൽ സ്പൈഡർമാൻ കാണുന്ന പോലെ ആ ഒരു കോൺസെപ്റ്റിൽ എടുത്ത് കാണണം. അങ്ങനത്തെ ഒരു സിനിമയാണത്. കാരണം മൊത്തത്തിൽ ഒരു സൂപ്പർ നാച്ചുറൽ പ്ലേ ആണ് ആ ഫിലിം. ആ ഒരു കോൺസെപ്റ്റിൽ ഇരുന്ന് കാണുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അല്ലാതെ റിയാലിറ്റി എന്നുള്ള ഒരു സാധനം ആലോചിച്ചിട്ട് ഒരിക്കലും സിനിമ കാണരുത്. സിനിമ ഒരിക്കലും റിയാലിറ്റി അല്ല. മനസ്സിലല്ലേ? അപ്പോൾ ഇവിടെ മലയാള സിനിമകൾ റിയാലിറ്റി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. മനസ്സിലായി? ഇപ്പോൾ റിയാലിറ്റി കാണാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് അടുത്ത വീട്ടിലേക്ക് ഒരു ക്യാമറ ഓണാക്കി വെച്ചാൽ പോരെ. അതാണല്ലോ ഇവിടെ കൂടുതൽ ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതല്ല, എൻ്റെ കാഴ്ചപ്പാടിൽ സിനിമ എന്ന് പറയുന്നത് അതല്ല. സിനിമ എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി എൻ്റർടൈനിങ്. നമുക്കൊരു 3 മണിക്കൂർ നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റണം. അല്ലാതെ അടുത്ത വീട്ടിലേക്ക് നോക്കുന്ന പോലെയുള്ളത് ഒരു സിനിമ ആവരുത്. മനസ്സിലായത്? അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ താങ്ക് യു ചേട്ടാ ഫോർ ഷെയറിങ് യുവർ വാല്യുബിൾ മൊമെന്റ്സ് വിത്ത് അസ്. അപ്പോൾ പ്രേക്ഷകരെല്ലാവരും പാൻ ഇന്ത്യൻ സിനിമയായ 3D പാൻ ഇന്ത്യൻ സിനിമയായ അഖണ്ഡ 2 പോയി കാണണം. നമ്മുടെ ചേട്ടൻ്റെ പെർഫോമൻസ് എല്ലാവരും കാണാൻ വെയിറ്റിംഗ് ആണെന്ന് അറിയാം. സോ എല്ലാവരും ഉടനെ തന്നെ നിങ്ങളിലേക്ക് മൂവി എത്തുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. ഇറ്റ്സ് ബി പ്രിൻസി സൈനിങ് ഓഫ്.